വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഇസ് മി ലക്ഷ്മി. അപ്പൊ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആണ്. നമ്മുടെ കയ്യിലെയും കാലിലെയും നഖങ്ങളൊക്കെ എത്രയും വേഗം അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് എങ്ങനെ വളർത്തിയെടുക്കാം എന്നുള്ളൊരു കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. രണ്ട് കുട്ടികൾ എൻ്റെ അടുത്ത് ഓൾമോസ്റ്റ് ഒരു 3 മാസത്തോളം അടുപ്പിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. എനിക്ക് ഇപ്പോഴാണ് അത് ചെയ്യാനായിട്ടുള്ള ഒരു ടൈം കിട്ടിയത്. ആക്ച്വലി എനിക്ക് കുറച്ച് എക്സാംസും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത്. അപ്പോൾ ഇനി അധികം ഡിലേ ഇല്ലാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ഞാൻ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യം പറയാം. അതിനു മുമ്പ് എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല വോയിസ് ഉണ്ട്, അധികം നല്ല സൗണ്ട് കാണും, അതൊന്ന് എക്സ്ക്യൂസ് ചെയ്തേക്കുക. അപ്പൊ ആദ്യം തന്നെ പറയാനുള്ള കാര്യം, നമ്മൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും നമ്മുടെ ഹെയർ ഗ്രോത്ത് ആയാലും നെയിൽ ഗ്രോത്ത് ആയാലും ഈ ഗ്രോത്തിങ് കാര്യങ്ങളൊക്കെ വരുന്നത് എല്ലാവർക്കും വ്യത്യസ്ത രീതിയിലായിരിക്കും. ഇപ്പൊ എനിക്കുള്ളത് പോലെ ആയിരിക്കില്ല നിങ്ങൾക്കുള്ളത്. ഈവൻ ഇപ്പൊ നമ്മുടെ വീട്ടിലെ സിബ്ലിങ്സിനെ നോക്കിയാൽ പോലും അങ്ങനെയായിരിക്കും. ഇപ്പൊ എന്റെ വീട്ടിലാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് നഖം വളരുന്ന ഒരു ടൈപ്പാണ് എന്റെ ഒരു നേച്ചർ. കയ്യിലായാലും കാലിലായാലും പെട്ടെന്ന് നഖം വളരും. പക്ഷെ എന്റെ അനിയത്തിക്ക് അങ്ങനെ പെട്ടെന്ന് നഖം വളരാറില്ല. ഇപ്പൊ 2-3 ആഴ്ചയൊക്കെ കൂടുമ്പോഴായിരിക്കും കുറച്ച് വളരുന്നത്. അപ്പം ഒരു വീട്ടിൽ തന്നെ പല പല ആൾക്കാർക്കും അങ്ങനെയാണ് ഒരു ഡിഫറൻസ് വരുന്നത്. എല്ലാവർക്കും ഗ്രോത്ത് ഒരേപോലെ ആയിരിക്കില്ല. ഈവൻ ഇപ്പൊ നമ്മൾ ഒരു വീട്ടിലുള്ളവരാണെങ്കിൽ പോലും ഇപ്പൊ നമ്മുടെ ജനറ്റിക്സ് ഒക്കെ ബേസ് ചെയ്തിരിക്കും നമ്മുടെ നഖം, ഹെയർ ഗ്രോത്തും കാര്യങ്ങളൊക്കെ. അപ്പോ ഇന്ന് ഞാൻ പറയുന്നത് ഭയങ്കര ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. എനിക്ക് വർക്കായ പോലെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ആവണം എന്നില്ല. അപ്പം ഞാൻ കോമൺ ആയിട്ട് എനിക്ക് വർക്കായ കാര്യങ്ങളും എനിക്ക് നല്ലതെന്ന് തോന്നിയ കാര്യങ്ങളും പിന്നെ ഞാൻ അവിടുന്ന് ഇവിടുന്ന് റിസർച്ച് ചെയ്ത് കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്തുള്ള കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. സോ നമുക്ക് മെയിൻ ആയിട്ടുള്ള കാര്യത്തിലേക്ക് പോവാം. അപ്പൊ ആദ്യം തന്നെ പറയാനുള്ളത്, എന്റെ അമ്മ എപ്പോഴും പറയും മീൻ കഴിച്ചാൽ നമ്മുടെ കയ്യിലെ നഖങ്ങൾ പെട്ടെന്ന് വളരും, കാലിലെ നഖങ്ങളൊക്കെ പെട്ടെന്ന് വളരും എന്ന് എന്റെ അമ്മ എപ്പോഴും പറയും. അപ്പൊ ഞാൻ വിചാരിക്കും മീൻ കഴിച്ചാൽ എങ്ങനെ നഖം വളരും, അതൊരു ലോജിക് ഇല്ല അങ്ങനെയൊക്കെ വിചാരിച്ചു. പക്ഷെ ഞാൻ ഇപ്പൊ അത് കൂടുതലായിട്ട് റിസർച്ച് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. നമ്മുടെ ന്യൂട്രിയൻസ് പുവർ ആണെങ്കിൽ, അതായത് നമ്മുടെ ശരീരത്തിലുള്ള ന്യൂട്രിയൻസ് വളരെ മോശമായിട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ ഗ്രോത്ത് ആയാലും നെയിൽ ഗ്രോത്ത് ആയാലും അത് ബാധിക്കും. നമ്മുടെ ന്യൂട്രിയൻസ് ലോ ആയാൽ നമ്മുടെ നെയിൽ ഗ്രോത്തിനെ അത് ബാധിക്കും. സോ നമ്മൾ മെയിൻ ആയിട്ട് നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തേണ്ട കുറച്ച് കാര്യങ്ങളാണ് മീറ്റ്, ഫിഷ്, എഗ്, വെജിറ്റബിൾസ്, കളർ ഫ്രൂട്ട്സ്, പിന്നെ നട്ട്സ്, ബീൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതായത് നമുക്ക് ന്യൂട്രിയൻസ് കൂടുതലായിട്ട് കിട്ടുന്ന ഫുഡ്സ് കൂടുതലായിട്ട് കഴിച്ചാൽ നമ്മുടെ നെയിൽ ഗ്രോത്ത് ആയാലും ഹെയർ ഗ്രോത്ത് ആയാലും നമുക്കൊന്ന് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ കുറച്ചുകൂടെ അതിനൊന്ന് ഹെൽത്തി ആക്കി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ന്യൂട്രിയൻസ്. നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്ത് അത് നല്ല രീതിക്ക് ലെവലാക്കിയിട്ട് നമ്മൾ പുറത്തെന്ത് ചെയ്തിട്ട് കാര്യമുള്ളൂ. ആദ്യം നമ്മുടെ ഉള്ളിൽ വേണം നമ്മൾ നന്നാക്കാൻ, എന്നിട്ട് വേണം നമ്മൾ പുറത്തുള്ള കാര്യങ്ങളും കൂടെ കൊടുക്കാനായിട്ട്. അപ്പൊ സോ ഫസ്റ്റ് തന്നെ നമ്മുടെ ഫുഡ്, ഞാൻ പല പല കാര്യത്തിൽ പറയും പോലെ നമ്മൾ വെള്ളം കുടിക്കുന്നതും നമ്മൾ കഴിക്കുന്ന ഫുഡും ഒക്കെ നമ്മുടെ ലൈഫ് സ്റ്റൈലും ഒക്കെ നമ്മുടെ സ്കിന്നായാലും ഹെയർ ആയാലും നഖങ്ങളായാലും എല്ലാ കാര്യങ്ങളും നമ്മുടെ കാല് മുതൽ ഉച്ചൻ തല വരെ ഉള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിന് ബന്ധപ്പെട്ടിരിക്കും. സോ മസ്റ്റായിട്ടും വെള്ളവും ഫുഡും നമ്മൾ നല്ലൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയറ്റ്, വലിയ രീതിക്ക് ഡയറ്റ് ഒന്നും പറ്റില്ലെങ്കിലും നമ്മൾ എല്ലാം ഒരു കൺട്രോൾഡ് ആയിട്ട് കഴിച്ചു പോയാൽ നമുക്ക് എല്ലാം കൊണ്ടും നല്ല നല്ല യൂസസ് കിട്ടും. സോ ഫസ്റ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ന്യൂട്രിയൻസ് നല്ല രീതിക്ക് ലെവലാക്കാനായിട്ട് ശ്രമിക്കുക. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ കൊളാജൻ. നിങ്ങൾ ഒത്തിരി പേര് കേട്ടിട്ടുണ്ട്. ബി ബോഡി വൈസിന്റെ ഒക്കെ കൊളാജൻ ഉണ്ട്. പിന്നെ ഗമ്മി ബിയേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ഗമ്മി ബിയേഴ്സ്, മുട്ടായി കാര്യങ്ങളൊക്കെ, ആ സംഭവങ്ങളൊക്കെ. അതായത് ഇപ്പൊ നിങ്ങൾ ദിവസം ഒരെണ്ണം വെച്ച് കഴിച്ചാൽ മതിയാവും, നമ്മുടെ ഹെയറിനും നെയിൽസും ഒക്കെ വളരാണ്ട് ഹെൽപ്പ് ചെയ്യും, ഇത് നല്ല കൊളാജൻ കണ്ടന്റ് ഉള്ളതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് പ്രൊമോട്ട് ചെയ്യണ പല പല കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് കൊളാജൻ ആണ്. പക്ഷെ ഈ ഒരു കൊളാജൻ നമ്മൾ ചുമ്മാ നമ്മുടെ ഇഷ്ടത്തിന് പോയി എടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ മസ്റ്റ് ആയിട്ടും ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടോ അല്ലെങ്കിൽ ഒരു ഡോക്ടറിനെ കണ്ട് കൺസൾട്ട് ചെയ്ത് മാത്രം വേണം നമ്മൾ കൊളാജൻ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന ടാബ്ലറ്റ് കാര്യങ്ങൾ പോലുള്ളത് നമ്മൾ വളരെ സൂക്ഷിച്ചെടുക്കണം. കാരണം അത് നമുക്കിപ്പം എങ്ങനെ എഫക്ട് ചെയ്യും ഇല്ലെന്നൊന്നും നമുക്ക് അറിയത്തില്ല. സോ ഇതുപോലുള്ള കൊളാജനൊക്കെ എടുക്കുന്ന ടൈമിൽ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് നല്ല കൊളാജൻസ് ഇൻടേക്ക് ചെയ്താൽ നല്ല രീതിക്കുള്ള ബെനിഫിറ്റ്സ് കിട്ടും. ഇനി തേർഡ് കാര്യം,
നമ്മുടെ അയൺ ഡെഫിഷ്യൻസി. അതായത് നമ്മുടെ അയൺ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ വളരെ വളരെ ആവശ്യമുള്ള കാര്യമാണ്. നമ്മുടെ നെയിൽസ്, നമ്മുടെ ഗ്രോത്ത്, അതായത് ഹെയർ ഗ്രോത്ത് ആയാലും നമ്മുടെ നെയിൽസിന്റെ ഗ്രോത്ത് ആയാലും പല 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 കാര്യങ്ങളിൽ നമ്മളെ ഒരു മെയിൻ കണ്ടന്റ് ആണ് അയൺ എന്ന് പറയുന്നത്. ഇപ്പൊ അയണിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് പലർക്കും നഖങ്ങൾ വളരാതിരിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ മാക്സിമം നമ്മൾ അയൺ ഡെഫിഷ്യൻസി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ അയൺ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക, നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ളതുണ്ടോ ഇല്ലെന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് അത് കുറവാണെങ്കിൽ അതിന് വേണ്ടിയുള്ള ഫുഡ്സ് കഴിക്കുക. പിന്നെ ടാബ്ലറ്റ് എടുക്കേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ ടാബ്ലറ്റ് എടുക്കുക. പിന്നെ എപ്പോഴും ആവശ്യമില്ലാതെ ഒരിക്കലും ടാബ്ലറ്റ്സ് കാര്യങ്ങളൊന്നും എടുക്കാൻ നിൽക്കരുത്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ എപ്പോഴും ഒരു മെഡിക്കൽ ട്രീറ്റ്മെന്റ് തേടുക. അപ്പോ എന്തുവാണ്, അതാണ് നമ്മുടെ തേർഡ് ഫാക്ടർ എന്ന് പറയുന്നത്. ഇനി ഫോർത്ത് ഫാക്ടർ എന്ന് പറയുന്നത് നെയിൽ ട്രീറ്റ്മെന്റ്സ് ആണ്. നെയിൽ ട്രീറ്റ്മെന്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും പെഡിക്യൂർ, മാനിക്യൂർ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ട്രീറ്റ്മെന്റ്സ് എന്ന് പറയും. നമ്മൾ ഇത് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ നെയിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള ക്യൂട്ടിക്കൽ ഓയിൽസും നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും. അപ്പൊ നല്ല ക്യൂട്ടിക്കൽ ഓയിൽ നോക്കിയിട്ട് നമ്മുടെ നെയിൽസിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമ്മുടെ നെയിൽസ് കുറച്ചുകൂടി സ്ട്രെങ്ത് ആയിട്ട് വളരാനും അധികം പെട്ടെന്ന് പൊട്ടിപ്പോവാതെയൊക്കെ ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ മെയിൻ ആയിട്ട് നമ്മുടെ നെയിലിനെ നമ്മൾ നല്ല രീതിക്ക് ട്രീറ്റ് ചെയ്യുക. അത് പല പല കാര്യങ്ങളുണ്ട്. നമ്മൾ നെയിൽസ് കട്ട് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ നീറ്റായിട്ട് മന്ത്ലി എങ്കിലും ഒരു വട്ടം നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒരു പെഡിക്യൂർ മാനിക്യൂർ ചെയ്യും. ഇപ്പൊ എന്റെ കൈ വളരെ മോശമായിട്ടാണ് ഇരിക്കുന്നത്, കാരണം നാളെ വിഷു ആണ്. അപ്പൊ ഇനിയിപ്പോ ഞാൻ ഈ മേക്കപ്പ് ഒക്കെ ഒരു വിഷുവിന്റെ ഒരു ഷൂട്ട് എടുത്തിട്ടിരിക്കുവായിരുന്നു. അപ്പൊ ഇനി പോയിട്ട് വേണം എനിക്ക് ബാക്കി എന്റെ ഈ കൈയുടെയും കാലിന്റെയും ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒരു ഇതിൽ വന്നത്. അപ്പോൾ എനിക്കിത് കഴിഞ്ഞിട്ട് വേണം ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പൊ മന്ത്ലി നമ്മൾ മസ്റ്റായിട്ടും നമ്മുടെ പെഡിക്യൂർ മാനിക്യൂർ ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ നെയിൽസ് എപ്പോഴും ഡ്രൈ ആയിട്ട് ക്ലീൻ ആയിട്ട് വെക്കുക. ഒരിക്കലും നമ്മുടെ നെയിൽസ് എപ്പോഴും നനവായിട്ട് ഇരിക്കരുത്. അങ്ങനെ നനവായിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്, ബാക്ടീരിയസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല ഈ നമ്മൾ നനഞ്ഞ സംഭവങ്ങളൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഒടിഞ്ഞു പോകാനൊക്കെ ഉള്ള ചാൻസസ് കൂടുതലല്ലേ. അപ്പൊ നമ്മുടെ നെയിൽസ് നല്ല രീതിക്ക് വളരാനുള്ള നല്ലൊരു ഇതായിരിക്കത്തില്ല. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് തോന്നുന്നു. അങ്ങനത്തെ ഒരു ഇതായിരിക്കത്തില്ല. അതുകൊണ്ട് നമ്മളെ നെയിൽസ് എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് ഡ്രൈ ആയിട്ട് നീറ്റ് ആയിട്ട് വേണം വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ അതാണ് നമ്മുടെ ഫോർത്ത് ഫാക്ടർ. ഇനി ഫിഫ്ത്ത് ഫാക്ടർ എന്ന് പറഞ്ഞാൽ മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. നമ്മളിൽ പല ആൾക്കാരും ടെൻഷൻ വരുമ്പോൾ ചെയ്യുന്ന കാര്യമാണ് ഈ നഖം കടിക്കുക എന്നുള്ളത്. ഒരിക്കലും ചെയ്യരുത്. ഒരിക്കലും ചെയ്യരുത്. നമ്മളെ നഖം കടിക്കും തോറും ഈ നഖം നല്ല രീതിക്ക് വളരാനുള്ളൊരു ആ ഗ്രോത്തിന്റെ ഒരു ഇത് അവിടെ നിന്ന് പോവുകയാണ്. നല്ല രീതിക്ക് നെയിൽസ് ഒരിക്കലും വളരില്ല. അതുകൊണ്ട് നഖം കടിക്കുന്നത്, പിന്നെ നമ്മൾ ഈ ക്യൂട്ടിക്കിൾസിന്റെ ഒക്കെ, അതായത് നമ്മുടെ ഈ ക്യൂട്ടിക്കിൾ ഈ ഏരിയാസിൽ നമ്മൾ ഈ തൊലി വരത്തില്ലേ, നമ്മൾ അതിങ്ങനെ വലിച്ചിളക്കി കളയുമല്ലോ. അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളെ നെയിൽസിന് നല്ല രീതിക്ക് ട്രീറ്റ്മെന്റ് ചെയ്യണമെന്ന് പറയുന്നത്. അതായത് ക്ലീൻ ആക്കി നമ്മൾ പ്രോപ്പറായിട്ട് നമ്മളെ പെഡിക്യൂർ മാനിക്യൂർ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൈയും കാലും ഒക്കെ നല്ല നീറ്റായിട്ടിരിക്കും. അതൊക്കെ തന്നെ നമ്മളെ നെയിൽസിന്റെ ഗ്രോത്തിനെ ഒന്ന് പുഷ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ മാക്സിമം നെയിൽസ് ഒക്കെ കടിക്കാതിരിക്കുക. അത് മാത്രമല്ല നമ്മുടെ നെയിൽസ് കൊണ്ട് മറ്റേ ഈ മിൽക്ക് മെയ്ഡിന്റെ ഒക്കെ ഈ ബോട്ടിലൊക്കെ ഇല്ലേ, സ്പ്രൈറ്റിന്റെ ഒക്കെ ഇങ്ങനെ ക്യാൻ ഓപ്പണർ ആക്കാതിരിക്കുക. നെയിൽസ് കൊണ്ട് ഒരിക്കലും ചെയ്യരുത്. അത് നെയിൽസ് ഒക്കെ പെട്ടെന്ന് പൊട്ടിപ്പോകാനായിട്ട് ചാൻസ് ആണ്. അത് മാത്രമല്ല ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, നമ്മളിപ്പോ ദിവസം വീട്ടിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നെയിൽസ് വളരാനുള്ള ചാൻസസ് കുറവായിരിക്കും. കാരണം നമ്മളിപ്പോ എപ്പോഴും പണിയെടുത്തോണ്ടൊക്കെ ഇരിക്കുന്ന ടൈമിൽ നമ്മുടെ നെയിൽസ് അധികം വെള്ളം, ഇപ്പൊ തുണിയൊക്കെ എപ്പോഴും കഴുകുന്ന ആൾക്കാരാണെങ്കിൽ നെയിൽസ് എപ്പോഴും നനഞ്ഞായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ ഒരു ബലം വരാൻ ചാൻസ് കുറവാണ്. അതുപോലെ ഇപ്പൊ കുക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ പല ആൾക്കാരും കുക്ക് ചെയ്യുന്ന ടൈമിൽ നെയിൽസ് ചിലപ്പം എപ്പോഴും അത്ര ക്ലീൻ ആക്കിയൊന്നും വെക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള ജോലികളൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ടേക്ക് കെയർ ചെയ്യണം. അതായത് ഓരോ ദിവസവും ചെയ്യണം. നമ്മളിപ്പോ കുക്കിങ്ങും വീട്ടിലെ പണിയൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ നെയിൽസിന്റെ ഇടയ്ക്കൊക്കെ നല്ല രീതിക്ക് അഴുക്ക് വരും. അതുകൊണ്ട് നിങ്ങൾ സെപ്പറേറ്റ് ഒരു ബ്രഷ് മാറ്റി വെച്ചേക്കുക. നെയിൽസ് എല്ലാ ദിവസവും ക്ലീൻ ചെയ്യുക. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ അത്രയും ഹൈജീനായിട്ട് ഉണ്ടാക്കണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമുക്ക് നല്ല രീതിക്ക് നെയിൽസ് ഒക്കെ വളരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും രീതിക്ക് നല്ല രീതിക്ക് തന്നെ ടേക്ക് കെയറും ചെയ്യണം. സോ നമ്മുടെ നെയിൽസിനെ എങ്ങനെ നമ്മൾ സൂക്ഷിക്കുകയോ അതുപോലെ ആയിരിക്കും അതിന്റെ ഔട്ട്കം വരുന്നത്. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്.
പിന്നെ പറയാനുള്ളത് നെയിൽസ് വളരാനായിട്ടുള്ള നമ്മുടെ ക്യൂട്ടിക്കൽ ഓയിൽസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, ഒരുപാടുണ്ട്. ഇപ്പം എനിക്ക് എടുത്തു പറയാനാണെങ്കിൽ ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. യൂസ് ചെയ്യാത്ത കാര്യങ്ങൾ പറഞ്ഞു തരാതിരിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ ഞാൻ എന്റെ അനിയത്തിക്കൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിറ്റമിൻ ഇയുടെ ടാബ്ലറ്റ് നമ്മുടെ നെയിൽസ് ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. നമ്മളൊന്നും ചെയ്യേണ്ട, എന്നും രാത്രി ഇതൊരു ടിപ്പാണ്, എക്സ്ട്രാ ടിപ്പാണ്. നമ്മുടെ ആൽമണ്ട് ഓയിലോ വിറ്റമിൻ ഇ ഓയിലോ ഇത് രണ്ടും മിക്സ് ചെയ്താലും കുഴപ്പമില്ല. നമ്മൾ ഇത് മിക്സ് ചെയ്ത ശേഷം നമ്മുടെ കയ്യില് നെയിൽസിൽ അപ്ലൈ ചെയ്തതിനു ശേഷം നമ്മള് ജസ്റ്റ് ഒരു 5-10 മിനിറ്റ് ഒക്കെ നല്ല രീതിക്ക് മസാജ് ചെയ്ത് കൊടുത്തിട്ട് രാത്രി കയ്യിൽ ഇട്ടുകൊണ്ട് കിടക്കുക. അത് നമ്മുടെ നെയിൽസിനെ നല്ല രീതിക്ക് ഹെൽത്തി ആയിട്ട് വളരാനും നല്ല സ്ട്രോങ് ആക്കിയൊക്കെ വെക്കാനായിട്ട് നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടിപ്പാണ്. അപ്പൊ നിങ്ങൾ വിറ്റമിൻ ഇ അല്ലെങ്കിൽ വിറ്റമിൻ ഇ മാത്രമായിട്ട് ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ ആൽമണ്ട് ഓയിൽ മാത്രമായിട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ചെയ്യാം. ഇതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഈവൻ നിങ്ങളുടെ കോക്കനട്ട് ഓയിൽ, അതായത് നമ്മുടെ സാധാരണ പച്ച വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതായാലും നല്ല രീതിക്ക് നമ്മുടെ കയ്യില് തേച്ച് മസാജ് ചെയ്ത ശേഷം നമ്മൾ നൈറ്റ് അപ്ലൈ ചെയ്തുകൊണ്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബെനിഫിറ്റ് ആണ്. അതുപോലെ വാസ്ലിൻ നല്ലൊരു ഹെയറിനെ ഹെൽത്തി ആക്കി നെയിൽസിനെ ഹെൽത്തി ആക്കി വെക്കാൻ പറ്റിയിട്ടുള്ളൊരു നല്ലൊരു പ്രോഡക്റ്റ് ആണ്. വാസ്ലിൻ നമ്മുടെ കയ്യിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈവൻ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ നമ്മുടെ ജസ്റ്റ് വാസ്ലിൻ ഒരു ഹാൻഡ് ക്രീം ആയിട്ടൊക്കെ ഇട്ടുകൊണ്ട് പോവാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ ഭയങ്കരമായിട്ട് നമ്മുടെ നെയിൽസിന്റെ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഫാക്ടർ. ഇതിൽ കുറെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മള് മെയിൻ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നല്ല രീതിക്ക് ഫുഡ് കഴിക്കുക. അതായത് ന്യൂട്രിയൻസ് ഉള്ള, പ്രോട്ടീൻസ് ഉള്ള, കാൽഷ്യം ഉള്ള, അയൺ ഉള്ള എല്ലാ ഫുഡ്സും കഴിക്കുക. ഈവൻ ഇപ്പം മീറ്റ് മാത്രമായിട്ട് കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ എഗ്ഗ് മാത്രമായിട്ട് കഴിക്കാതിരിക്കുക, അങ്ങനെയല്ല. നമ്മൾ എഗ്ഗ് ആവശ്യത്തിന് കഴിക്കുക, മീറ്റ് ആവശ്യത്തിന്, എല്ലാ ഫുഡും ആവശ്യത്തിന് കഴിക്കുക. അതുപോലെ മിനിമം നമ്മുടെ ബോഡിക്ക് ആവശ്യം, ഇപ്പം അറിയാലോ നമ്മുടെ ചൂട് കാലാവസ്ഥയാണ്. അതുകൊണ്ട് ഈവൻ എത്ര ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും മിനിമം ഒരു 2.5 ലിറ്റർ വെള്ളമെങ്കിലും നിങ്ങൾ ഒരു ദിവസം കുടിച്ചിരിക്കണം. ഇത് എന്റെ ഒരു റിക്വസ്റ്റ് കൂടെയാണ്, കാരണം അത്രയ്ക്കാണ് നമ്മളെ ഡീഹൈഡ്രേറ്റ് ആക്കുന്നത്. സോ മെയിൻ ആയിട്ട് നമ്മൾ നല്ല രീതിക്ക് വെള്ളം കുടിക്കാനും കൂടെ ശ്രദ്ധിക്കുക. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല വോയിസ് ഉണ്ടെന്ന് എനിക്കറിയാം, ഇവിടെ പള്ളിയിൽ എന്തോ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്, അതുകൊണ്ട് ഭയങ്കരമായിട്ട് നോയ്സ് ഉണ്ട്. അപ്പൊ അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യാം കേട്ടോ, വീണ്ടും പറയാണ്. അപ്പൊ മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് നല്ല രീതിക്ക് ഫുഡ് നമ്മുടെ ഉള്ളിൽ കൊടുക്കുമ്പോഴേ ഉള്ളിൽ നമ്മൾ നന്നായാലേ നമ്മൾ പുറത്തത് കാണാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഉള്ളില് നല്ല രീതിക്ക് ഫുഡ് കൊടുക്കുക, നല്ല രീതിക്ക് വെള്ളം കുടിക്കുക, നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുക, നമ്മൾ പോസിറ്റീവ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. അപ്പോ ബാക്കി കാര്യങ്ങളൊക്കെ അതിന്റെ ഒപ്പം നടക്കും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിന്റെ കൂടെ കുട്ടി ടിപ്സ് ആണ്. ഈവൻ ഇപ്പം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടിപ്പാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്ത് ഹെൽത്തി ആയിട്ടൊക്കെ വെക്കുക. അപ്പോ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ കമന്റിൽ പറയാ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അതിന്റെ അഭിപ്രായങ്ങൾ പറയാ, ഒരു ഫീഡ്ബാക്ക് ഒക്കെ തരിക. എന്നാലേ എനിക്ക് വീണ്ടും വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ആവത്തുള്ളൂ. സോ നിങ്ങൾക്ക് ഉള്ള അഭിപ്രായങ്ങളൊക്കെ പറയാ. പിന്നെ എന്തെങ്കിലും റിക്വസ്റ്റഡ് വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ പറയാ. അപ്പോ അത്രേ ഉള്ളൂ. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.